ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ നോമ്പിന്റെ കാലം നമ്മൾ ആത്മശോധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും ആത്മീയ വളർച്ചയ്ക്കായി ഒരുങ്ങുന്ന സമയമാണല്ലോ. ഈ സമയം യേശുക്രിസ്തുവിന്റെ ത്യാഗത്തെയും ഉയർപ്പിനെയും ആഴത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടി പുതുക്കുകയും ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഒത്തൊരുമിച്ചുള്ള ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 57-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ അധ്യായം വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ അധ്യായങ്ങളിൽ ഒന്നാണ്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ അധ്യായം അവസാനിക്കുന്നത് വിജയഘോഷത്തോടെയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന വിജയഘോഷം. അതെ, മരണത്തെ ജയിച്ചെഴുന്നേറ്റ കർത്താവ്. ഈ ലോകത്തിൽ നമ്മെ തോൽപ്പിക്കാൻ സാത്താൻ ശ്രമിക്കും. കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങൾ, പരിഹാസങ്ങൾ, പരീക്ഷണങ്ങൾ ഒക്കെയും വരും. പാപം, നിരാശ, ജീവിതത്തിന്റെ കഠിന സാഹചര്യങ്ങൾ എന്നിവയാലും ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെയും നാം ആകുലരാകുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു യുവാവ് ഒരു കയറ്റം കയറുകയായിരുന്നു. അവന്റെ മുന്നിൽ വലിയ കല്ലുകളും ദുർഘട വഴികളും. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവന് കയറുവാൻ ബുദ്ധിമുട്ടായി തോന്നി. അവൻ ക്ഷീണിച്ചു. അവന്റെ കണ്ണ് നിറഞ്ഞു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. പെട്ടെന്ന് ഒരു ദൈവശബ്ദം അവന്റെ മനസ്സുകളിൽ മുഴങ്ങി. നിന്റെ മുൻപിലുള്ള കയറ്റം ഞാൻ മാറ്റുകയില്ല, പക്ഷേ അത് കയറുവാൻ നിനക്ക് ഞാൻ ശക്തി നൽകാം. നമ്മുടെ ജീവിതമെല്ലാം ആത്മീയവും ശാരീരികവും മാനസികവുമായ പോരാട്ടങ്ങളാണ്. എന്നാൽ ഈ പോരാട്ടങ്ങളിന്മേൽ നമ്മുടെ വിജയം മനുഷ്യന്റെ ശക്തിയിലോ പരിശ്രമത്തിലോ ബുദ്ധിയിലോ ആശ്രയിക്കുന്നതിലല്ല. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന പോലെ യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മുടെ ജയത്തിന്റെ ഉറവിടം മരിച്ചുയർന്നെഴുന്നേറ്റ ക്രിസ്തുവിലാണ്. നമ്മെ നടത്തുന്ന ഒരു ദൈവം. യേശുക്രിസ്തു നമുക്കായി കുരിശിൽ മരിച്ച് മരണത്തിന്മേൽ വിജയം പ്രാപിച്ചു. ഈ അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ പറയുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു. ആ വലിയവന്റെ കാൽക്കൽ നമ്മുടെ നിരാശകളെയും വീഴ്ചകളെയും എല്ലാ പോരാട്ടങ്ങളെയും സമർപ്പിക്കാം. വിജയം ഉറപ്പാണ്. Let us keep all our trials and temptation at his feet. ബില്ലി ഗ്രഹാം ഇപ്രകാരം പറയുന്നു, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ പ്ലേ ഗ്രൗണ്ട് ബട്ട് എ ബാറ്റിൽ ഫീൽഡ്. യെറ്റ് ഇൻ ക്രൈസ്റ്റ് വി ആർ ഓൾറെഡി വിക്ടോറിയസ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ഈ ഭൂമിയിൽ വളരെ കഷ്ടം അനുഭവിച്ചു. കാലിത്തൊഴുത്തിൽ ജനിച്ചു. നിന്ന, ഉപദ്രവം, പരിഹാസം ഇതൊക്കെയും സഹിച്ചു. ഒരു കുറ്റവാളി എന്ന പോലെ ക്രൂരതയേറ്റു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, എല്ലാം സഹിച്ചു. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഈ വേദനകൾ ഒന്നും വ്യർത്ഥമല്ല എന്ന് തെളിയിച്ചു. മരണത്തിന്മേൽ ജയം പ്രാപിച്ച യേശുക്രിസ്തു നമുക്ക് ജീവിക്കുവാനുള്ള പ്രചോദനമാണ്. ആ കുരിശ് നമ്മുടെ വിജയമാണ്. ആ ഉയർപ്പ് നമ്മുടെ പ്രത്യാശയാണ്. ദൈവസ്നേഹത്തിന് അവസാനമില്ല. അന്ത്യകാലത്തിങ്കിൽ മരിച്ചവർ ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നത് വ്യർത്ഥമാകില്ല. ജയം നമുക്ക് നിശ്ചയമാണ്. ഈ നോമ്പുകാലം നമുക്ക് നമ്മുടെ ലോകത്ത് വർദ്ധിച്ചു വരുന്ന തിന്മകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വേദനയിലിരിക്കുന്നവർക്ക് വേണ്ടി അപേക്ഷിക്കാം. സ്നേഹത്തോടെ കരുണയോടെ പ്രവർത്തിക്കാം. വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരാം. ക്രിസ്തു സാക്ഷികളായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായി തീരാം. ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ മനസ്സ് പുതുക്കി വചനത്തിലൂടെ രൂപാന്തരം പ്രാപിക്കാം.
ദൈവം യേശുക്രിസ്തു മൂലം നമ്മെ വിജയികളാക്കി എന്ന വിശ്വാസത്തോടെ നിലകൊള്ളാം. ഏതു പോരാട്ടങ്ങളെയും അതിജീവിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ദൈവകൃപയുടെ നിറവിൽ ഒരു പ്രാർത്ഥനയായി ഈ വചനത്തെ നമുക്ക് ആവർത്തിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.